ഇപ്പോൾ കേന്ദ്രത്തിനെതിരായ സത്യഗ്രഹ സമരവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. തത്സമയം നമ്മുടെ നാടിന്റെയും ജനതയുടെയും അതിജീവനത്തിന്റെ പോരാട്ടമായാണ് ഇതിനെ കാണേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനമാണ് കേരളം. രാജ്യത്തിന് ഒട്ടേറെ കാര്യങ്ങളിൽ അഭിമാനം പകരുന്ന സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു നാടുമാണ് കേരളം. ഇപ്പോഴും അത് അതേ രീതിയിൽ തുടരുകയുമാണ്. അപ്പോൾ ഭരണഘടനാപരമായി നമുക്ക് അർഹതപ്പെട്ട പലതും തട്ടിപ്പറിച്ചെടുക്കുകയാണ്. ഇത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നടക്കേണ്ടതല്ല. പക്ഷേ സ്വന്തം കയ്യിൽ ഉള്ള അധികാരം അത് അമിതാധികാരമാണ് എന്ന് ധരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾ തീർത്തും വിവേചനപരമായാണ് നമ്മുടെ അവകാശങ്ങൾ കവരുന്നത്, പിടിച്ചു പറിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ രീതിയിൽ ഇറങ്ങാൻ നാം നിർബന്ധിതമാകുന്നത്. ഇത്തരമൊരു അസാധാരണ സാഹചര്യം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് നാം കാണേണ്ടത്. ഇവിടെ കണക്കുകൾ വ്യക്തമാക്കുകയുണ്ടായി. ഈ മാസം മുതൽ, ജനുവരി മുതൽ മാർച്ച് വരെ 3 മാസ കാലയളവിൽ സംസ്ഥാനത്തിന് വിനിയോഗിക്കാൻ ലഭിക്കേണ്ട തുകയുടെ പകുതിയിലധികമാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത്. ഈ അവസാനത്തെ 3 മാസം നമുക്ക് 12,000 കോടി രൂപയാണ് ലഭിക്കേണ്ടിയിരുന്നത്. നമ്മുടെ തനത് വരുമാനമുണ്ട്. ആ തനത് വരുമാനം കൊണ്ട് മാത്രം കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോകാൻ നമുക്ക് കഴിയില്ല. ആ തനത് വരുമാനങ്ങളോടൊപ്പം നമുക്ക് വായ്പയും കൂടി എടുക്കേണ്ടതുണ്ട്. ഈ അവസാന മാസത്തെ ചെലവുകൾ തനത് വരുമാനവും എടുക്കുന്ന വായ്പയും കൂടിയുള്ള തുക ഉപയോഗിച്ചാണ് ചെലവഴിക്കേണ്ടത്. ഇതിലാണ് 5,900 കോടി രൂപ ഒരു നീതീകരണവുമില്ലാതെ നിഷേധിച്ചിരിക്കുന്നത്. ഇവിടെ ഇത് മാത്രമല്ല, ഇത് ഒരു ഭാഗമേ ആകുന്നുള്ളൂ. നമ്മുടെ രാജ്യത്താകെ നടപ്പാക്കുന്ന കേന്ദ്ര പദ്ധതികളുണ്ട്. അതിന്റെ ഭാഗമായി കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്. ആ കേന്ദ്ര പദ്ധതികളിൽ സംസ്ഥാനം ആദ്യം പണം ചെലവഴിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗം
കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടതാണ്. ആ ഇനം നോക്കിയാൽ 2025 സെപ്റ്റംബർ വരെ എടുത്താൽ, അതിനുശേഷവും മാസങ്ങളായി, സെപ്റ്റംബർ വരെയുള്ള കണക്കെടുത്താൽ കുടിശ്ശിക 5783 കോടി 69 ലക്ഷം രൂപയാണ്. ഇത് വിവിധ തരത്തിലാണ്. അതിൽ ചിലതാണ് നേരത്തെ റവന്യൂ മന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. NHM, ദേശീയ ആരോഗ്യ ദൗത്യം, 636 കോടി 88 ലക്ഷം രൂപ ലഭിക്കണം. UGC ആനുകൂല്യങ്ങൾ 750 കോടി 93 ലക്ഷം രൂപ സംസ്ഥാനത്തിന് ലഭിക്കണം. ക്ഷേമ പെൻഷൻ, അതിൽ ചിലതിൽ കേന്ദ്ര വിഹിതമുണ്ട്, 324 കോടി ലഭിക്കണം. ഭക്ഷ്യസുരക്ഷ 54 കോടി 19 ലക്ഷം രൂപ ലഭിക്കണം. AY കുടുംബങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഗരീബ് കല്യാൺ അന്ന യോജന 43 കോടി 44 ലക്ഷം രൂപ ലഭിക്കണം. നെല്ല് സംഭരണം 1206 കോടി 69 ലക്ഷം രൂപ ലഭിക്കണം. മൃഗസംരക്ഷണ ഇനത്തിൽ വികസന മേഖലകളിലെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് 37 കോടി 40 ലക്ഷം രൂപ ലഭിക്കണം. സമഗ്ര ശിക്ഷ കേരള. എത്രത്തോളമാണ് കേന്ദ്രം കേരളത്തെ വരിഞ്ഞു മുറുക്കുന്നത്? കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും നികുതി വിഹിതം തരാതെയും എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുവെന്നും അത് പകപോകൽ രാഷ്ട്രീയമാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത്. സത്യഗ്രഹ സമരം തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ആരംഭിക്കുകയാണ്. വൈകിട്ട് 5 മണി വരെയാണ് സത്യഗ്രഹ സമരം. മന്ത്രിമാരും MP മാരും MLA മാരും ഒക്കെ ആ സത്യഗ്രഹ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്.